എല്ലാവർക്കും കണ്ടന്റ് 360യുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗുരുവായൂർ നമ്മുടെ പുന്നത്തൂർ കോട്ട ആനക്കോട്ടയിലാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞാൽ പഴയ ഏതൊരു ഇല്ലോ തറവാടോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് പിന്നീട് കോട്ടയം അതിൻ്റെ ചുറ്റു കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പിന്നീട് അമ്പലത്തിൻ്റെ ഇതായിട്ട് എടുത്താണ്. ഇപ്പോൾ നിലവിൽ താമസ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ശരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ കോട്ടപ്പള്ളിയാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം കുറച്ച് ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമാണ്. ഇത് പണ്ട് ഈ ആനേനെയൊക്കെ ചട്ടമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൂടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നല്ല കനമരം കൊണ്ടാണ് ഇത് നിർമ്മിച്ചേക്കണത്. ഫുള്ള് തടിയാണ് സംഭവം, മൊത്തം തടിയാണ്. ഇതാണ് സംഭവം, കൂട്. ഇത് ഇപ്പോൾ ഉപയോഗിക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഉപയോഗിക്കുന്ന ഒരു രീതി കണ്ടിട്ട് തോന്നുന്നില്ല. ചട്ട പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയക്കാരെ ആനേനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂടായിരിക്കണം. കണ്ടോ വയസ്സ് ആനകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂജ് എമൗണ്ട് ഓഫ് പട്ടയാണ് ഇത്. ഏകദേശം ഇത് ന്യായമായിട്ടുണ്ട്. ഇതൊരു 5-6 ലോഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഏകദേശം എന്തോരം ആനകൾക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ടാവും. ഈ ആനനെ കാണാൻ നല്ല രസമല്ലേ? കുറി കുത്തിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ട് കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ആനയുണ്ട്. ഗുരുവായൂർ നന്ദൻ എന്ന് പറയുന്ന ഒരു ആനയെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആനയാണോ എന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്കറിയാൻ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ആനയുടെ കൊമ്പിൽ നിന്ന് കിട്ടുന്ന ഇതിനൊന്നും വലിയ കാര്യമായിട്ട് പുറത്തോട്ട് കൊണ്ടുപോകാറില്ലെന്ന് തോന്നുന്നുണ്ട്. നല്ല ആട്ടാണ്. വലിയ പ്രായമില്ലാത്ത ആനയെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ആനയുടെ പേരൂടെ എഴുതിയിട്ടുണ്ട്, സിദ്ധാർത്ഥൻ. നല്ല പേരല്ലേ? ഈ സാധനമാണല്ലോ ഈ വലിയ കോൽ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നന്ദനാണ്. ചെറിയ ആനയുടെ പേരെന്താ? ഈ ആനയുടെ ബാലു. ഈ ആന എന്തിനാണ് ഗൈസ് ഇങ്ങനെ മേത്തേട്ട് മണ്ണ് വാരിയിടുന്നത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ. ഇവിടെ ഞാൻ വന്നിട്ട് പുന്നത്തൂർ കോട്ടയിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ മിക്കവാറും ആനകൾ മൊത്തം ഇതിനിങ്ങനെ മേത്തകൾ മൊത്തം ഇങ്ങനെ മണ്ണ് വാരിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ആദ്യം കണ്ട ആനകളൊക്കെ വിചാരിച്ചല്ലോ മതപ്പാടിലേക്ക് നിൽക്കുന്നതായിരിക്കും. പക്ഷെ മിക്കവാറും ആനകൾ ഇങ്ങനെ മേത്തേക്കടെ മണ്ണ് വാരിയിട്ടൊരു അവസ്ഥയിലാണ് കാണുന്നത്. ഇതിന് ഒരു കൊമ്പുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. ഇതിന്റെ മറ്റേ കൊമ്പ് കാണാനില്ല. അതെനിക്കറിയില്ല. ഇതിനൊരു കാലിന് കംപ്ലൈന്റ് ഉള്ള ഒരു ആന ഇവിടെ ഉണ്ടായിരുന്നു. ആ ആനയാണോ ഇതെന്ന് അറിയില്ല. ഈ ആനകളിങ്ങനെ നിന്നുറങ്ങും ഇത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് നിന്നുറങ്ങുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ആള് ഭയങ്കര കാമാണ്. നിലവിൽ ആളുടെ ശരീരഭാഗം അനങ്ങുന്നൊന്നുമില്ല, വാലോ അല്ലെങ്കിൽ ചെവിയോ തുമ്പിയോ ഒന്നും. അപ്പോൾ ആള് നിന്നുറങ്ങുമായിരിക്കണം, അല്ലെങ്കിൽ പുള്ളി എന്തോ ഞാൻ ഉറങ്ങി നിൽക്കുവാണ് അതുപോലത്തെ ഒരു ഫീലിംഗ് നിൽക്കുമായിരിക്കണം. അനങ്ങുന്നില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല.
കണ്ടില്ല, ഈ ആനയുടെയും എന്താ പറയുക, ദേഹത്ത് മൊത്തം മണ്ണ് വാരി ഇട്ടേക്കാണ്. ഇതുപോലെ ഒട്ടുമിക്ക ആനകളുടെയും ദേഹത്ത് ഇതുപോലെ ഫുള്ള് മണ്ണ് വാരി പൊതിഞ്ഞുള്ളൊരു സിറ്റുവേഷനാണ്. ഇതൊരു പിടിയാനയാണ്, പിടിയാനയാണെന്ന് തോന്നുന്നു. പിടിയാനകൾക്കും മോഴകൾക്കുമാണ് പൊതുവെ കൊമ്പുകളില്ലാതിരുന്നത്. അപ്പോൾ അത് കാരണം ഇത് പിടിയാനയാണോ മോഴയാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുപോലെ കൊണ്ടുണ്ട് ആനയെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി എന്നിട്ട് ഇതേപോലെ ആനയുടെ പല ഭാഗങ്ങളിലും ഈ വട്ടത്തിൽ ഭസ്മം തൊട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? ഇവിടെ ഏകദേശം ഒരു 10-40ഓളം ആനകളുടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് എല്ലാവരെയും കൂടെ കൂട്ടിയിട്ടൊന്ന് വന്നതാണ് ആ കൊട്ടയിലൂടെ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഗുരുവായൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഫാമിലിയായിട്ട് വന്ന് സന്ദർശിച്ച് പോരാൻ പറ്റുന്ന ഒരു മികച്ച എന്താ പറയുക സന്ദർശന കേന്ദ്രം തന്നെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ പൊതുവെ ആനകളൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നെ അവ ഓരോ സൈൻ ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നോക്കിയും കണ്ടൊക്കെ ആയിട്ട് എല്ലാ ആനകളുടെ അടുത്ത് പോയി മതപ്പാടിലുള്ള ആനകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക, ലൈക്ക് തരിക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകളായിട്ട് നിങ്ങളിലേക്ക് വീണ്ടും ഞങ്ങൾ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.